ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ ശ്രീ ഗുരുഭ്യോ നമഃ. അണ്ടകടാഹത്തിലുള്ള മുഴുവൻ മാനവരാശിക്കും ഗുരു പൂർണിമ ആശംസകൾ. ലോകത്തുള്ള മുഴുവൻ സനാതന ഋഷിപ്രോക്തമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതി സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഓരോ സാധകൻ്റെയും ജീവിതത്തിലെ ഏറ്റവും അസുലഭങ്ങളിൽ അസുലഭമായ നിമിഷമാണ് ഈ ആഷാഢമാസത്തിലെ പൗർണമി. അത് ഗുരുപൂർണിമയായി നാം അത്യന്തം സന്തോഷത്തോടുകൂടി ആഘോഷിക്കുന്നു. ഒപ്പം വ്യാസപൂർണിമ എന്ന നാമധേയത്തിലും വ്യാസഭഗവാന്റെ ജയന്തി ദിനമായ ഈ സുദിനം ആഘോഷിക്കുന്നു. സത്യവതിയുടെയും പരാശരൻ്റെയും പുത്രനായി കൃഷ്ണദ്വൈപായനൻ്റെ തിരു അവതാര ദിനം. ഈ സുദിനം എല്ലാവർക്കും നൂറായിരം ഊഷ്മളമായ സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, നന്മയുടെ ഗുരു പൂർണിമ ആശംസകൾ. വ്യാസായ വിഷ്ണുരൂപായ വിഷ്ണുരൂപായ വ്യാസവേ തപോവൈ ബ്രഹ്മനിധയേ. ആ സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ് നിധിയായി വ്യാസരൂപമായി അവതരിച്ചിരിക്കുന്നത്. ബാദരായണൻ ബാദരായണി ബദരീനാഥനിൽ നിന്നും അവതരിച്ച് ബദരീനാഥനിൽ ലയിച്ചു ചേർന്നു. ബദരീനാഥിൻ്റെ തൊട്ടടുത്ത് മാനാഗ്രാമത്തിൽ വച്ചാണ് വ്യാസഭഗവാൻ ഈ വേദങ്ങളെ 4 തരംതിരിക്കുകയും 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും അറിയാലോ. ഇതൊക്കെ നമുക്ക് സംഭാവന ചെയ്ത് മാനവരാശിയെ ദുഃഖ ദുരിതത്തിൽ നിന്നും പൂർണ്ണ ശാന്തിയിലുള്ള ഒരു ജീവിതത്തിന് അവൻ്റെ ഹൃദയത്തെ, അവൻ്റെ ബുദ്ധിയെ, അവൻ്റെ മനസ്സിനെ, അവൻ്റെ ചിന്തകളെ വികസിപ്പിക്കുന്ന ഒരു തത്വസംഹിതയാണ് വ്യാസഭഗവാൻ. നമുക്കറിയാം, ജീവിതത്തിൽ ആദ്യ ഗുരു നമ്മുടെ അമ്മയാണ്. കാരണം അച്ഛൻ്റെ ശരീരത്തിലെ നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത ഏറ്റവും ചെറിയ കോശവും അമ്മയുടെ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമായ അണ്ഡവുമായി സംയോജിപ്പിച്ച് അതിനെ ഒരു അടുക്കും ചിട്ടയുമുള്ള വികസന പ്രക്രിയയാണ് അമ്മ തുടങ്ങിയിട്ടുള്ളത്. ഈ നഖം വരേണ്ട സ്ഥലത്ത് നഖം, ഈ മൂക്ക് വരേണ്ട സ്ഥലത്ത് മൂക്ക്, ഈ കണ്ണ് വരേണ്ട സ്ഥലത്ത് കണ്ണ്, ഈ പല്ല് വരേണ്ട സ്ഥലത്ത് അതിൻ്റെ ഉള്ളിൽ പാൽപ്പല്ലുകൾ, നാവ് വെക്കേണ്ട സ്ഥലത്ത് നാവ്, ഹൃദയം വെക്കേണ്ട സ്ഥലത്ത് ഹൃദയം. ഇതൊക്കെ ഒരു അടുക്കും ചിട്ടയുമുള്ള ഒരു ഡിസിപ്ലിൻഡ് ലൈഫ്. ഇതിന് ഋഷിപ്രോക്തമായ എൻ്റെ പൈതൃക സംസ്കൃതി വിളിക്കുന്ന പേരാണ് ഗുരുത്വം. ഗുരുത്വം. അപ്പോൾ അമ്മയാണ്, പെറ്റമ്മയാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ ഗുരുത്വം. ഇത് നമ്മുടെ പ്രത്യേകിച്ച് കേരള ജനത
അവരുടെ മക്കളെ പഠിപ്പിക്കാത്തതാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന മൂല്യച്യുതി. ഇന്ന് ബിഗ് സീറോയിൽ നിന്നും സീറോയിലേക്ക് പോവുകയാണ് മലയാളി. അച്ഛനെയും അമ്മയെയും ഗുരുവായൂർ നടതള്ളുകയും അതുപോലെ തന്നെ അഗതി മന്ദിരത്തിൽ കൊണ്ട് തള്ളുകയും ചെയ്യുന്ന പ്രവണത ദിവസേന വർദ്ധിക്കുകയാണ്. മക്കളൊക്കെ വിദേശത്തേക്ക് അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ചു പോയി ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ തടവിൽ ഒരു വലിയ വീട്ടിൽ 2 ജീവശവങ്ങളായി ഒടുവിൽ ഒരു ജീവശവമായി ജീവിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യ ഗുരുവാണ് അമ്മ, രണ്ടാമത്തെ ഗുരുവാണ് പിതാവ്. ജന്മം നൽകിയ അച്ഛൻ ഈ അച്ഛൻ നമ്മുടെ ഭാരതീയ ഹൈന്ദവ സംസ്കൃതി പ്രകാരം രണ്ടാമത് ഈ പശ്യന്തി ഈ മാംസചക്ഷുഷ കൂടാതെ പശ്യന്തി ജ്ഞാനചക്ഷുഷ അറിവാകുന്ന ഒരു കണ്ണ് തരുന്നു. അതാണ് ഉപനയനം. അപ്പോഴാണ് ഈ യജ്ഞോപവീതം ധരിക്കുക. ബ്രഹ്മതേജോ അഭിവൃദ്ധ്യാർത്ഥം യജ്ഞോപവീതം കനിഷ്യാമി. ബ്രഹ്മതേജസ്സിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് 3 ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ 3 ത്രെഡുകൾ കൂട്ടിച്ചേർന്ന 3 തണ്ടിലാണ് ഇത് ഉള്ളത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരനിലും ഉപരിയായ ആ പരബ്രഹ്മ ചൈതന്യമാണ് ഞാൻ എന്നുള്ളതാണ് ഇതിൻ്റെ അന്തസത്ത. അതുകൊണ്ട് തന്നെ യജ്ഞോപവീതം എന്നുള്ളതാണ് ഇതിന് വേദങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. യജ്ഞോപവീതം പരമം പവിത്രം പ്രജാപതി ഏതൽ സഹജം പുരസ്താത്. സഹജം കൂട്ടത്തിൽ ജനിച്ച അമ്പിളിക്കൻ കോട് പോലെയാണ് ഈ യജ്ഞോപവീതം. ഇത് കഴുത്തിൽ ഇടിയിക്കുന്നത് ഗായത്രി മന്ത്രം ചൊല്ലി നമ്മുടെ പിതാവാണ്. ആ പിതാവാണ് രണ്ടാമത്തെ ഗുരു. അത് സദാശിവനിൽ തുടങ്ങി അങ്കിരസ ഋഷിയിലെത്തി ആ പരമ്പരയിൽ എൻ്റെ മുത്തശ്ശന്മാരിൽ നിന്നും അച്ഛനിലെത്തി, അച്ഛനിൽ നിന്നും എന്നിലേക്കെത്തിയ ആ വൈദിക സംസ്കൃതി, ആ ഗുരുപരമ്പരയുടെ മുന്നിൽ കോടി 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 സാഷ്ടാംഗ ദണ്ഡ നമസ്കാരം. ആ കൃഷ്ണ യജുർവേദ പരമ്പരയുടെ ഒരു കണ്ണിയായി ജനിക്കാൻ എനിക്ക് സാധിച്ചതുകൊണ്ടാണ് ഈ ഗുരുപൂർണിമ ദിനത്തിൽ ഗുരുവിനെക്കുറിച്ചും ഗുരുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഗുരുത്വത്തെക്കുറിച്ചും ആധികാരികമായി ഓതൻറ്റിക്കായി 4 വാക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത് ധന്യോഹം ധന്യോഹം ത്രിധന്യോഹം. അപ്പോൾ ഈ കൃഷ്ണ യജുർവേദത്തിലാണ് നമുക്ക് ഈ ഗുരുവിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ മാതൃദേവോ ഭവ പിതൃദേവോ ഭവ. ഇനി മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യ ദേവോ ഭവ അതിഥി ദേവോ ഭവ യാന്യനവദ്യാനി കർമാണി താനി സേവിതവ്യാനി നോ ഇതരാണി യാന്യസ്മാകം സുചരിതാനി താനി ത്വയോപാസ്യാനി നോ ഇതരാണി. താനി ത്വയോപാസിനോ ഇതരാണി. ഇതായിരിക്കണം ജീവിതത്തിൻ്റെ ഉപാസന. മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ. ഈ അമ്മയും അച്ഛനും കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഗുരുത്വമാണ്, ഗുരുവിനാണ് പ്രസക്തി എന്നുള്ളതാണ് കൃഷ്ണ യജുർവേദം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആ താനി ത്വയോപാസിനോ ഇതരാണി, മറ്റൊന്നുമല്ല, ഇതായിരിക്കണം നമ്മുടെ ഉപാസന. ഈ വേദമന്ത്രം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. കാരണം അമ്മയാണ് നമ്മുടെ ഉപാസന, അച്ഛനാണ് നമ്മുടെ ഉപാസന, ഗുരുവാണ് നമ്മുടെ ഉപാസന. ഈ ഗുരുത്വാധിഷ്ഠത്തിൽ വളർത്തുന്ന മക്കൾ
അവനവനും അവനവൻ്റെ കുടുംബത്തിനും അവനവൻ്റെ സമൂഹത്തിനും അവനവൻ്റെ രാഷ്ട്രത്തിനും അസറ്റായി മാറും. മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതരും ഭാഗവതോത്തമനുമായ ശംഭുവാദ്യാരുടെ മകൻ ഗ്യാരണ്ടീഡ്. അപ്പം ആചാര്യദേവോ ഭവ. നമുക്കറിയാം, സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. സദാശിവനിൽ തുടങ്ങി സദാശിവ സമാരംഭാം വ്യാസഭഗവാനിലെത്തി, ശങ്കരാചാര്യ മധ്യമാം ശങ്കരാചാര്യരിലെത്തി, തപോവനാനന്ദ സ്വാമികളിലെത്തി. തപോവനാനന്ദ സ്വാമിയുടെ ശിഷ്യനാണ് സ്വാമി ചിന്മയാനന്ദ് മഹാരാജ്. ആ ചിന്മയാനന്ദ് മഹാരാജിൻ്റെ അരുമ ശിഷ്യനാണ് അസ്മദാചാര്യ പര്യന്താം എൻ്റെ ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ. അദ്ദേഹത്തിൻ്റെ മുഖപത്മത്തിൽ നിന്നും പഠിച്ച, ഏറ്റവും പ്രധാനമായി പഠിച്ച ആ പരമ്പരയുടെ സൗഭാഗ്യമായ 10 ഉപനിഷത്തുകൾ. ഈശകേശകഠ പ്രശ്ന മുണ്ടമാണ്ഡുക്യ തൈത്തിരി ഐത്തിരീയഞ്ചാം ദോക്യ ബൃഹതാരണ്യകം തഥാ. ഈ ശങ്കരാചാര്യർ 1180 ഉപനിഷത്തുക്കളിൽ 100 മാറ്റിവെച്ചു. അതിൽ നിന്നും 10 മാറ്റി. ഈ 10 പരമ്പരയായി പഠിക്കാനാണ് മാനവരാശിയോട് ശങ്കരഭഗവത്പാദർ ആവശ്യപ്പെട്ടത്. അത് എന്നെ പഠിപ്പിച്ചതാണ് എൻ്റെ ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ. ആ മുഖത്തു നിന്നാണ് വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും ശ്രീനാരായണ ഗുരുദേവ കൃതികളും ശ്രീശങ്കര ഭഗവത്പാദരുടെ കൃതികളും 40 വർഷത്തെ വേദാധ്യയനത്തിൽ വേദോപാസനയ്ക്ക് എനിക്ക് ഊർജ്ജസ്വലമായി നിന്നത്. അപ്പോൾ ഈ ഗുരു, ഈ എൻ്റെ ഗുരുവായ അസ്മദാചാര്യ, എൻ്റെ ഗുരുവായ ഈ സത്യാനന്ദ സരസ്വതി തിരുവടികൾ ആ ഗുരുകുല സമ്പ്രദായത്തിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ കയ്യിൽ കൊണ്ടുപോകുന്നത് ചമത കൊണ്ടുവച്ച് കൊടുത്തിട്ട് പറയും, എൻ്റെ അച്ഛനാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ അച്ഛനാണ് എന്ന് അഥർവവേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു. അച്ഛനെ പോലെയാണ് എന്നുള്ളതല്ല, അച്ഛനാണ്, അച്ഛനാണ് എന്നാ പറയുന്നത്. ശരണമയ്യപ്പ തേ ച തമാർച്ചയന്തസ്ത്വം ഹിനാ പിതാ യോസ്മാകാവിദ്യയാ പരം പാരം താരയസി നമാ നമാ ഓം പരമർഷിഭ്യോ നമാ ഓം പരമർഷിഭ്യോ നമാ പരമർഷിഭ്യോ നമാ. എന്നിട്ടോ ഹീന പിതാ, അച്ഛൻ തന്നെയാണ്. യോസ്മാ അവിദ്യയാ, അവിദ്യയെ ഇല്ലാതാക്കി വിദ്യ, സാ വിദ്യ വിമുച്യതേ, ദുഃഖത്തിൽ നിന്നും പൂർണ്ണമായി മാറ്റിയെടുക്കുന്ന വിദ്യ, അത് പ്രദാനം ചെയ്യുന്ന അച്ഛൻ തന്നെയാണ്. അതിനാണ് തേ തേ ച തമ അർച്ചയന്തസ്ത്വം ഹിന, ഞാൻ അർച്ചന ചെയ്യുന്നു, ഞാൻ പൂജിക്കുന്നു, ഞാൻ ബഹുമാനിക്കുന്നു. പരമർഷിഭ്യോ നമ, സത്യസാക്ഷാത്കാരം ലഭിച്ച അങ്ങു തന്നെയാണ്. പിതായോസ്മാകം അവിദ്യയാ, അച്ഛൻ തന്നെയാണ്, അച്ഛൻ തന്നെയാണ്. ഞാൻ എൻ്റെ ജീവിതാനുഭവമാണ് പങ്കുവെക്കുന്നത്. എൻ്റെ ഗുരു വാക്കുകൾക്ക് അതീതമായ ഒരു അനുഭൂതിയാണ്. സാക്ഷാൽ സ്നേഹം തന്നെ, ബ്രഹ്മം തന്നെ സ്നേഹസ്വരൂപത്തിൽ അവതരിച്ച അവതാരമാണ് എൻ്റെ പൂജനീയ ഗുരുദേവ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ. സാക്ഷാൽ പരമേശ്വരൻ മുന്നിൽ വന്ന് അവതരിച്ച് പരമേശ്വരൻ്റെ അടുത്ത് എൻ്റെ ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, തുളസീദാസ് പറഞ്ഞതാണിത് കേട്ടോ, ഞാൻ പരമേശ്വരനോട് ഇച്ചിരി മാറി നിൽക്കുക പറയും.
പരമേശ്വരനോട് ഇത്തിരി മാറി നിൽക്കുക എന്ന് പറഞ്ഞ് എൻ്റെ ഗുരുവിനെ വിധിയാം വണ്ണം ഓം പരമഋഷിഭ്യോ നമഃ എന്ന് പറഞ്ഞ് അർച്ചിച്ച് 2 കൈയും മോതിരവിരലോട് ചെവി പിടിച്ച് ഓം മണികൺ അഭിവാദേ മണികണ്ഠ ശർമ്മ നാ അഹമസ്മി ഭോ വിഭോ പ്രഭോ അങ്ങേ മാത്രമേ ഉള്ളൂ, ഞാനില്ല എന്ന് പറഞ്ഞ് 2 തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം ദണ്ഡ നമസ്കാരം ചെയ്ത് എഴുന്നേറ്റ് നിന്നതിന് ശേഷം പരമേശ്വരനെ ഞാൻ വന്ദിക്കും, പരമേശ്വരനെ നമസ്കരിക്കും. എന്നിട്ട് ഞാൻ പരമേശ്വരനോട് പറയും, അപ്പോൾ പരമേശ്വരൻ തുള്ളിച്ചാടും, എന്താ മണികണ്ഠ ഇങ്ങനെ? അപ്പോൾ ഞാൻ പരമേശ്വരനോട് പറയും, അല്ലയോ പരമേശ്വര, അങ്ങയുടെ മഹത്വം വ്യാപ്തിത്വഞ്ച നിരാകൃതം. അങ്ങനെയുള്ള ആ പരമേശ്വര, അങ്ങയുടെ മഹത്വം എന്നെ പഠിപ്പിച്ചത് ഈ ഗുരുവാണ്. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശിലാഖയ തസ്മൈ ഉന്മീലനം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. അജ്ഞാനത്തിൻ്റെ തിമിരാന്ധത മാറ്റി പരമേശ്വരൻ എന്ന ചൈതന്യത്തെ തൊട്ട് അനുഭവിച്ചറിയാൻ എന്നെ പ്രാപ്തമാക്കിയത് ഈ ഗുരുവാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം എൻ്റെ ഗുരുവിനെ നമസ്കരിച്ചു. ഇതാണ് തുളസീദാസിൻ്റെ. അപ്പോൾ ഈ അഥർവവേദ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം മരണം എന്നുള്ളതാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. മരണം. കാരണം അതുവരെ നമ്മൾ ജീവിച്ചത് ദുഃഖ ദുരിതത്തിൻ്റെ തീരാ കയങ്ങളിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് കടലിൽ തിരമാലയടിക്കുന്നത് പോലെയാണ്. അതിനെ പൂർണ്ണമായും കത്തിച്ചു കളഞ്ഞ് ഒരിക്കലും തളരാത്ത തകരാത്ത ഒരു വ്യക്തിത്വത്തിനുടമയാക്കി, ഒരിക്കലും പതറാത്തൊരു വ്യക്തിത്വത്തിനുടമയാക്കി പുതിയൊരു വ്യക്തിത്വത്തിന് ജന്മം നൽകുന്നതുകൊണ്ട് ആ ഗുരുവിന് മരണം എന്നുള്ളതാണ് അഥർവവേദം പറയുന്നത്. ശങ്കരാചാര്യർ പറയും, ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനോ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമ. ഈശ്വരനും ഗുരുവും ആത്മാവും ഒന്നാണ്. അപ്പോൾ എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ ഗുരുവായ സ്വാമി ചിന്മയാനന്ദ മഹാരാജ് പറയും, കുപ്പിക്കല്ല പ്രധാനം, കുപ്പിക്കകത്തുള്ള മരുന്നാണ് അസുഖം മാറ്റുന്നത്. അതുകൊണ്ട് മജ്ജയും മാംസവും ഉള്ള ജീവിച്ചിരിക്കുന്ന ശരീരമല്ല ഗുരു, അതിനകത്തുള്ള അവിദ്യയെ മാറ്റി വിദ്യയാകുന്ന ഊർജം പകർന്നു തരുന്ന 101% സ്നേഹസ്വരൂപമായ ആ ചൈതന്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗവതത്തിലോട്ട് ശ്രീമദ് ഭാഗവതം 18,000 ശ്ലോകങ്ങൾ ഒരൊറ്റ വരിയിലൂടെ നമുക്ക് വ്യാസഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? ധർമാൻ ലോകഗുരോ ഹരി. കഴിഞ്ഞു. ധർമാൻ ലോക ഗുരു ഹരി. ആരാണ് ഹരി? ദുഃഖത്തെ ഹരിച്ചില്ലാതാക്കുന്നവൻ. അവൻ ആരാണ്? ലോകഗുരുവാണ്, വിശ്വഗുരുവാണ്. അപ്പോൾ നമുക്ക് ശ്രീശങ്കര ഭഗവത്പാദരെ ഗോവിന്ദഗുരുവിൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചു. അദ്ദേഹത്തിന് ഭാഷ്യം രചനയ്ക്ക് തയ്യാറായി. ജീവിതത്തിൽ ഇഷ്ടമുള്ള ഭാഷ്യം നീ ചെയ്തുകൊണ്ട് വേദ പ്രകരണങ്ങൾ ആരംഭിക്കാൻ പറഞ്ഞു. അപ്പോൾ തന്നെ അദ്ദേഹം ആദ്യം പേനയെടുത്ത് എഴുതുകയാണ്, സച്ചിദാനന്ദരൂപായ കൃഷ്ണായ ക്ലിശുകാരിണേ നമോ വൈ ബ്രഹ്മനിധയേ ഗുരവേ ബുദ്ധിസാക്ഷിണേ. ഇതാണ് ശങ്കരാചാര്യർ ആദ്യമായി വിഷ്ണു സഹസ്രനാമത്തിന് ഭാഷ്യം എഴുതിക്കൊണ്ട് 40ഓളം ഗ്രന്ഥങ്ങളെ റഫർ ചെയ്തുകൊണ്ട്, ബുദ്ധിയിൽ നിന്നും എടുത്ത് റഫർ ചെയ്തുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിന് വ്യാസഭഗവാൻ എഴുതിയ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഭാഷ്യം രചിച്ചത്. ഇവിടെ ശങ്കരാചാര്യർ ആദ്യമായി തൂലികത്തുമ്പ് ചരിക്കുന്നത് സച്ചിദാനന്ദരൂപായ കൃഷ്ണായ ക്ലിശുകാരിണെ ജീവിതം ഈസിയായി, ടേക്ക് ഇറ്റ് ഈസിയായി ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവൻ എന്നുള്ളതാണ് വാക്കിന്. കൃഷ്ണായ ക്ലിശുകാരിണെ നമോ വേദാന്തവേദ്യായ
4 വേദങ്ങളിലും വേദാന്തങ്ങളിൽ വേദത്തിൻ്റെ സർവജ്ഞാനമായി വിരാജിക്കുന്ന നമോ വൈ വേദാന്ത വേദ്യായ ഗുരവേ ബുദ്ധിസാക്ഷി, എൻ്റെ ബുദ്ധിസാക്ഷിയായ പരമഗുരുവാണ് എന്നുള്ളതാണ് ശ്രീശങ്കര ഭഗവത്പാദര് നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെയാണ് ഗുരു ആരാണെന്ന് തിരിച്ചറിയാൻ ശ്രീശങ്കര ഭഗവത്പാദര് നമ്മോട് പറയുന്നു, അവനവൻ്റെ ബുദ്ധിസാക്ഷിയായ പരമജ്ഞാനം തന്നെയാണ്. വസുദേവ സുതം ദേവം കംസച്ചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. നമ്മൾ പഠിച്ചില്ലേ ഭഗവത്ഗീതയുടെ ധ്യാനത്തിൽ മധുസൂദനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയത് വസുദേവ സുതം ദേവം കംസച്ചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. അപ്പോൾ കൃഷ്ണനെ ജഗദ്ഗുരുവായി ആരാണോ കണ്ട് അംഗീകരിച്ച് ബുദ്ധിസ്വരൂപമായി ബോധസ്വരൂപമായി ചിന്തകളായി ചിത്തമായി കൊണ്ടു നടക്കുന്നത് അവൻ്റെ ജീവിതത്തെ പരമാനന്ദ സംപ്ലുത സച്ചിദാനന്ദ സ്വരൂപമായി കൊണ്ടു നടക്കാൻ സാധിക്കും. നമുക്ക് ഭാഗവതം തുടങ്ങുന്നത് തന്നെ കുന്തിസ്തുതിയോട് കൂടിയിട്ടാണെന്ന് ഏത് കുട്ടിക്കും അറിയാം. അപ്പോൾ ഈ കുന്തി മാതാവ് കൃഷ്ണനെ വിളിക്കുന്നൊരു വാക്കുണ്ട്, വിപത സന്ദനശ്വ തത്ര തത്ര ജഗദ്ഗുരോ. വിപത സന്ദനശ്വ തത്ര തത്ര ജഗദ്ഗുരോ ഭവതോദ്ധാരണം യസ്യാമ പുനർഭവദർശനം. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ജഗദ്ഗുരു, ഈ പ്രപഞ്ചത്തിൻ്റെ ഗുരുവാണ് കൃഷ്ണൻ, ഗുരുക്കന്മാരുടെ ഗുരുവാണ് കൃഷ്ണൻ. ആ ഗുരുവിനെ നമ്മൾ ഗുരുവായൂരമ്പലത്തിൽ പോയി തൊഴുത് ആ ചൈതന്യം ആ കൃഷ്ണനെ ആത്മഗുരുവായി കണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് പുറത്ത് കടക്കാൻ സാധിക്കുള്ളൂ. ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യ ശിഷ്യൻ എന്താണെന്ന് മനസ്സിലാക്കണം. ഇതിന് വ്യാസഭഗവാൻ വരച്ച നല്ലൊരു അതിഗംഭീരമായ ചിത്രമുണ്ട്. വ്യാസഭഗവാൻ പഞ്ചമ വേദമായി മഹാഭാരതം രചിക്കുകയുണ്ടായി. അതിൽ ശാന്തിപർവ്വത്തിലാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവത്ഗീതയുള്ളത്. ഈ ഭഗവത്ഗീതയിൽ അർജുനൻ ഭഗവാനോട് പറയുന്നു, ഇന്നത്തെ സംസ്കാരമല്ല അന്ന്, ഈ സംസ്കാരം എന്താണെന്ന് പഠിക്കണം. നമ്മളെ മക്കളെ പഠിപ്പിക്കണം, വരും തലമുറയെ പഠിപ്പിക്കണം, മാനവരാശിയെ പഠിപ്പിക്കണം. എന്താണ് ഈ സംസ്കാരമെന്ന് അർജുനൻ ലോകത്തിലെ സർവകലകളും തകഞ്ഞിട്ടുള്ള സർവഗുണസമ്പന്ന സർവസൗന്ദര്യത്തിനും അധിപനായ ഈ അർജുനൻ ഭഗവാനോട് പറയുന്നു, കാർപ്പണ്യദോഷോപഹത സ്വഭാവാത് പൃച്ഛാമി ത്വാം ധർമ്മ സമൂഢചേത യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തസ്മൈ ശിഷ്യസ്തേഹം സാധിമാം ത്വം പ്രപന്നാം. ഹേ കൃഷ്ണ, കാർപ്പണ്യദോഷമാണ് ഇതിനകത്ത്. നമ്മുടെയൊക്കെ ജീവിതം എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല, എന്തുകൊണ്ട് അടഞ്ഞു കിടക്കുന്നത്? കാർപ്പണ്യദോഷം കൊണ്ട് അടഞ്ഞു കിടക്കുകയാണുള്ളത്. ആകാശത്ത് സൂര്യനെ കാർമേഘങ്ങൾ കൊണ്ട് മറഞ്ഞു കിടക്കുമ്പോൾ ഇരുള് പ്രപഞ്ചത്തിൽ അനുഭവിക്കുന്നത് പോലെ കാർപ്പണ്യദോഷം, ആ കാർപ്പണ്യദോഷം മാറാൻ, നമ്മുടെ ജീവിതത്തിലെ ദുഃഖം മാറാൻ, ബന്ധങ്ങളുടെ ഇടയിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിനിടയിൽ ഒരു കാർപ്പണ്യദോഷമുണ്ട്. അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളുടെ ഇടയിൽ ഒരു കാർപ്പണ്യദോഷമുണ്ട്. സുഹൃത്ത് ബന്ധത്തിൻ്റെ ഇടയിൽ ഒരു കാർപ്പണ്യദോഷമുണ്ട്. ഈ കാർപ്പണ്യദോഷം മാറാൻ, കാർപ്പണ്യദോഷം മാറിയില്ലെങ്കിലോ അതിനകത്ത് ശ്രേയസ് വരും. തൽക്കാലം സുഖം കിട്ടും, പിന്നെ നശിക്കും. പിന്നെ എന്ത് വേണം? ശ്രേയസ് വേണം. എന്താണ്? ഫ്യൂച്ചറിൽ ദി ബെസ്റ്റും പെർഫെക്റ്റും ആവണം. അതിന് ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രമാം, എന്നെ ശിഷ്യനായി കൃഷ്ണ, എന്നെ ശിഷ്യനായി എന്നെ ശാസിക്കൂ എന്ന് ശാസിക്കണം. എന്തിനെ? പഞ്ചേന്ദ്രിയങ്ങളെ ശാസിക്കുന്നതാണ് ഗുരു. പഞ്ചേന്ദ്രിയങ്ങളെ ശാസിക്കുന്നതാണ് ഗുരു. പഞ്ചേന്ദ്രിയങ്ങളെ ശാസനത്തിന് വിധേയനാക്കുന്നതാണ് ശിഷ്യൻ. ഇതാണ് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രതീകമാണ് ഈ
കുരുക്ഷേത്ര യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആ രഥത്തിൻ്റെ 5 കുതിരകൾ ഈ നാക്ക് മൂക്ക് ചെവി തൊക്ക്, നാക്ക് മൂക്ക് ചെവി തൊക്ക്, പിന്നെ കണ്ണ് അക്ഷി. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയ നിഗ്രഹം ഇവിടെ ഇതാണ് അർജുനൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഗുകാരോ അന്ധകാരസ്യ രുകാരോ തത് നിരോധിത അന്ധകാര നിവർത്തിത്വം ഗുരുരിത്യേജ്. ഗുകാരോ ഗു എന്ന് പറയുന്നത് തന്നെ വായ ഒരു ഗുഹയായി മാറുന്നുണ്ട്. ഗുകാരോ അന്ധകാരസ്യ, ഗുഹയ്ക്കകത്ത് അന്ധകാരമാണ്. ഗുകാരോ അന്ധകാരസ്യ രുകാരോ തത് നിരോധിത, ആ അന്ധകാരത്തെ നിരോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം വാരി വലിച്ചെറിയ അന്ധകാര നിവർത്തിത്വം, അന്ധകാരമില്ലാത്ത പ്രകാശപൂരിതമായ ഒരു ജീവിതം, അതിന് നമ്മുടെ ജീവിതത്തെ കൈപിടിച്ചുയർത്തുന്നതാണ് ഗുരുത്വം. അതാണ് ഗുരു. അതിന് നമ്മളെ ആരൊക്കെ പ്രേരിപ്പിക്കുന്നുണ്ടോ അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഗുരുവാണ്. അപ്പോൾ ഈ ഗുരുക്കന്മാരുടെ ഒരു പരമ്പര തന്നെ ഹൈന്ദവ സംസ്കൃതിക്കുണ്ട്. അത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന ഒരു ശ്ലോകമുണ്ട്, സമയമില്ല എന്നാലും നമുക്ക് തൊട്ടു പോവാം. ഇമം വ്യവസ്വതേ യോഗം പ്രോക്താവാൻ അഹം അവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷാഹവേ ബ്രവീത് ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദു. അതായത് അഹം ഞാൻ, പരമാത്മാവായ ഞാൻ, ഏഷ ആദിത്യോ പുരുഷോ ദൃശ്യത. വേദങ്ങൾ പറയുന്നു ഏഷ ആദിത്യൻ തന്നെയാണ് പുരുഷൻ. ഞാൻ ഇത് സൂര്യഭഗവാൻ ഉപദേശിച്ചു. സൂര്യഭഗവാൻ സ്വപുത്രനായ മനുവിന് ഉപദേശിച്ചു. മനു സ്വപുത്രനായ ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു. ഇക്ഷ്വാഹു പരമ്പരയായി തൻ്റെ പുത്രന്മാർക്ക്, അടുത്ത തലമുറയ്ക്ക്. അപ്പോൾ ഏവം പരമ്പരാപ്രാപ്തം, ഇങ്ങനെ ഈ വൈദിക സംസ്കൃതി പരമ്പരയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഏത് ബാബറും ഏത് അക്ബറും ഏത് ജൂതനും ഏത് അറബികളും ആര് എത്ര കണഞ്ഞ് പരിശ്രമിച്ചിട്ടും എൻ്റെ സനാതനമായ ഭാരതീയ ഹൈന്ദവ ഋഷിപ്രോക്തമായ ഈ ഹിന്ദു സംസ്കൃതിയുടെ രോമത്തിന് തൊടാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. കാരണം ഏവം പരമ്പരാപ്രാപ്തം, പരമ്പരാഗതമായി കുടുംബ പശ്ചാത്തലത്തിൽ സുദൃഢമായി നിൽക്കുന്നതാണ് ഈ ഹിന്ദു സംസ്കൃതി. ഇത് ഈ ഗുരുപരമ്പരയിൽ നിന്നും എത്തിയ എൻ്റെ ഈ സംസ്കാരം എനിക്ക് നിങ്ങളിലൊക്കെ എത്തിക്കാൻ സാധിച്ചു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വേദപാഠശാലയിലൂടെ ഒരു പരമ്പരയെ തന്നെ സൃഷ്ടിക്കാൻ എനിക്ക് സാധിച്ചു. ഉദയനാപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഒരു പരമ്പര തന്നെ, ഈ വൈദിക സംസ്കൃതി ഒരു പരമ്പര തന്നെ എനിക്ക് എത്തിക്കാൻ സാധിക്കൂ. അവരൊക്കെ ഹൈന്ദവ സംസ്കൃതിയുടെ ബ്രാൻഡ് അംബാസഡർമാരായി, ആചാര്യന്മാരായി ഉയരാൻ ഈ ഗുരുപൂർണിമ നാളിൽ ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഈ പൂജ ആരംഭിക്കുമ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ പൂജ ഉണ്ടെങ്കിൽ, ഭഗവത് സേവ ഉണ്ടെങ്കിൽ ആദ്യം ഒരു പത്നിട്ടിട്ട് ഭഗവതിക്ക് ദേവി ചൈതന്യത്തിൽ വെക്കും. ലെഫ്റ്റ് സൈഡിൽ ഗുരുവിന് വെക്കും, റൈറ്റ് സൈഡിൽ ഗണപതിക്ക് വെക്കും. ആദ്യം ഗുരു ഗണപതി, അതിന് ശേഷമാണ് പൂജ. ഇപ്പോൾ നമ്മൾ ഏത് ശ്രീലകത്തായാലും ശരി, അവിടെ പൂജ തുടങ്ങുന്നതിന്, വിഗ്രഹത്തിൽ പൂജ തുടങ്ങുന്നതിന് മുന്നേ ഇടത് സൈഡിൽ ആ ദേവസ്തുതി മാനസപൂജയൊക്കെ കഴിഞ്ഞ ഉടനെ അഭിവാദേ മണികണ്ഠ ശർമ്മ അഹമസ്മി ഭോ, ആ ഗുരുവിന് സങ്കല്പിച്ച് ആ ശ്രീലകത്ത് ഒരു അഭിവാദ്യത്തോടു കൂടിയിട്ടാണ് പൂജ തുടങ്ങുക. എൻ്റെ അച്ഛൻ ശബരിമലയിൽ പൂജ ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാനിത് പ്രത്യേകം ശ്രദ്ധിച്ചതാണ്. അദ്ദേഹം അയ്യപ്പ വിഗ്രഹത്തിൽ അയ്യപ്പനെ ആവാഹനം ചെയ്യുന്നതിന് മുന്നേ, പീഠപൂജ തുടങ്ങുന്നതിന് മുന്നേ അഭിവാദേ ശംഭു ശർമ്മ അഹമസ്മി ഭോ എന്ന് പറഞ്ഞ് ആ ഇടത് സൈഡിൽ അഭിവാദ്യം ചെയ്ത് ഗുരുവിനെ അവിടെ ഇരുത്തി ഈ പൂജകൾക്ക് സാക്ഷിഭൂതമായി ബുദ്ധിരൂപേണ നിലനിൽക്കണമേ. ഇതാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിലുള്ള
ഒരു 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 ഗുരുത്വാധിഷ്ഠിത സംസ്കൃതി. അപ്പോൾ ഗുരുക്കന്മാരുടെയൊക്കെ ഗുരുവാണ് ദക്ഷിണാമൂർത്തി. നമുക്കറിയാം, ഓം നമ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനേകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമ. ദക്ഷിണാമൂർത്തി യുവാവായ ഗുരുവും വൃദ്ധനായ ശിഷ്യനുള്ള സങ്കല്പത്തിലാണ് ദക്ഷിണാമൂർത്തി സ്തോത്രം ശങ്കരാചാര്യ രചിച്ചിട്ടുള്ളത്. ഇവിടെ ദക്ഷിണാമൂർത്തി ജ്ഞാനത്തിലുള്ള മൂർത്തിയായി ആദ്യം തുടങ്ങുകയും പിന്നീട് ആ പരമാത്മ ചൈതന്യത്തിലെ ബുദ്ധിയിൽ ബോധത്തിൽ അവാഹന ചെയ്ത് സമബുദ്ധിയിലെത്തുമ്പോഴേക്കും ദക്ഷിണ അമൂർത്തിയായി മാറണം. അപ്പോൾ രൂപവിവർജിതസ്യ ഭഗവാൻ, ആദ്യം രൂപത്തിൽ കണ്ട് പിന്നെ രൂപാതീതമായ ഭഗവാനെ ആവാഹിക്കണം. അപ്പോൾ ഉള്ള കഴിവുകൾ എന്തൊക്കെയാണ്, ഉള്ള കഴിവുകേടുകൾ എന്തൊക്കെയാണ്, ഇവ കാണുകയും കഴിവുകേടുകളെ തൃണവൽക്കരിച്ചുകൊണ്ട് അതിനെ ആട്ടി ഓടിച്ചുകൊണ്ട് ഉള്ള കഴിവുകളെ വികസിപ്പിക്കുന്ന ഒരു വികസന തത്വസംഹിതകളാണ്. അങ്ങനെ വികസിപ്പിച്ച് ഊർജ്ജസ്വലമാക്കുന്ന വ്യക്തിത്വത്തെ ആകാശത്തോളം വളർത്തുന്ന ചൈതന്യത്തിൻ്റെ പേരാണ് ഗുരു. ആ ഗുരുപരമ്പരയുടെ അനുഗ്രഹം നമുക്ക് ഈ ഗുരുപൂർണിമ നാളിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ ഗുരുത്വമുണ്ടെങ്കിൽ വളരും, ഗുരുത്വമില്ലെങ്കിൽ വളയും. ഈ സന്ദർഭത്തിൽ എൻ്റെ ഗുരുസ്ഥാനീയനായ സ്വാമി ഉദ്ദീത് ചൈതന്യജിയും അതുപോലെ തന്നെ സ്വാമി ചിദാനന്ദ പുരിയും മുതലായിരിക്കുന്ന ഗുരുക്കന്മാരെ എല്ലാവരെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ആ ഗുരുപരമ്പരയിലെ എല്ലാവർക്കും നൂറായിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ എൻ്റെ അസ്മദാചാര്യവര്യം എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ തൃപ്പാദങ്ങളിൽ ഈ ഗുരുപൂർണിമ ദിനത്തിൽ നൂറായിരം സാഷ്ടാംഗ ദണ്ഡ നമസ്കാരത്തോടുകൂടി ആ മുഖത്ത് നിന്നും ഇനിയും ഒരുപാട് വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ഈ 4 പതിറ്റാണ്ടിൻ്റെ ഉപാസന ഇനിയും വികസിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഒരു ഓരോ വ്യക്തികളും ഗുരുത്വാധിഷ്ഠിതമായി നമ്മുടെ മക്കളെ വളർത്തണം. എല്ലായെങ്കിൽ ഇന്ന് സമൂഹത്തിൽ ഒരു ഞാഞ്ഞൂല് കണക്കത്തെ ഒരു പയ്യൻ കഴിഞ്ഞാഴ്ച ടി വിയിൽ വന്ന് പറയുകയാണ്, പ്രിൻസിപ്പാളെ കാലടിച്ചൊട്ടിക്കും, പിന്നെ സാറന്മാരെ കൊണ്ടുപോകാൻ 2 ആംബുലൻസ് വേണ്ടി വരും. ഇവൻ്റെ തന്തയും തള്ളയും അധ്യാപകന്മാരാണ്. എന്തായി കാണുന്നത്? എറണാകുളം മഹാരാജാസിൽ പ്രിൻസിപ്പാളുടെ കസേല കത്തിക്കുന്നു, പാലക്കാട് വിക്ടോറിയ കോളേജിൽ ശവമഞ്ചമൊരുക്കുന്നു. ഇതാണ് മലയാളി. ഇതിൽ നിന്നും നമുക്കൊരു മാറ്റം വരണം. അതിന് നാം ആദ്യം ഗുരുത്വം എന്താണെന്ന് പഠിക്കണം, ഗുരുപൂർണിമ എന്താണെന്ന് മനസ്സിലാക്കണം. ജീവിതത്തെ പൂർണ്ണമാക്കി ഉയർത്തി മൃത്യോർമ്മ അമൃതംഗമയം, അമൃതത്വത്തിൻ്റെ സന്തതികളായ നാം അമൃതത്വത്തിലേക്ക് വളർത്തിയെടുക്കുന്ന, പൂർണ്ണതയിലേക്ക് വളർത്തുന്ന ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, അങ്ങനെയുള്ള ഗുരുവിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവരുടെയും ജീവിതം പൂർണ്ണതയിലെത്തിക്കാൻ ആ ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട്, സ്വാമീ ശരണമയ്യപ്പ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.